ഹലോ ഗൈസ്, ഞാൻ സുബാൻ. അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട ആ ഒരു മുരിഞ്ഞ ബീഫ് ഫ്രൈ ഉണ്ടല്ലോ, അത് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിലേക്ക് എങ്ങനെ നമ്മളൊന്ന് എത്തിപ്പെടുക എന്നുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മൾ അധികം സംസാരിക്കാതെ നമുക്ക് പെട്ടെന്ന് ഇത് എങ്ങനെയാണ് സംഭവം ഉണ്ടാക്കുക എന്നുള്ളത് സിമ്പിളായിട്ടും പെട്ടെന്നും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ഗൈസ്, നമ്മളിതിൽ എടുത്തിട്ടുള്ളത് ഒരു പാതി സവാള എടുത്തിട്ടുണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, അതുപോലെ നമുക്കൊരു 7-8 കൊച്ചുള്ളി ഉണ്ട്, അതും സ്ലൈസ് ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ കറിവേപ്പിലയുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ കുക്കർ, ഇതാണ് നമ്മുടെ സ്റ്റൗ. ഈ കുക്കറിലാണ് നമ്മുടെ ഈ ബീഫ് നമ്മൾ എന്താ പറയുക വേവിക്കാൻ പോകുന്നത്. ഇതൊരു ½ kg ബീഫാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ബാക്കി ഒരു ½ kg നമ്മൾ നൈസായിട്ട് നമ്മളൊരു കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ ഇതുണ്ടാക്കുന്ന പരിപാടിയിലേക്ക് പോകാമല്ലോ. ഓക്കെ. സോ ഗൈസ്, എനിക്ക് മമ്മയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. മമ്മയാണ് ഇതേ ബീഫൊക്കെ ഇടുന്നത്. കാരണം എനിക്ക് വ്ളോഗും ചെയ്യണം, അതുപോലെ ഇതും എടുക്കണമുണ്ട്. മമ്മയാട്ടോ ബീഫ് ഇതൊക്കെ ചെയ്യുന്നത്. അതേ നമ്മൾ സവാള ഇട്ട് കഴിഞ്ഞു. അതിൻ്റെ കൂടെ ഇനി അടുത്തത് കൊച്ചുള്ളിയാണ്. ഈ കൊച്ചുള്ളി നമ്മൾ ഇടുവാണ് അതിൻ്റെ കൂടെ. സോ ഇതെല്ലാം ഇട്ടാണ് നമ്മൾ വേവിക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉണ്ട്, കുറച്ച് കറിവേപ്പിലയുണ്ട്. അപ്പോൾ നമുക്കിതും കൂടെ അതിൻ്റെ അകത്തെടുത്തിട്ടേക്കാം. സോ 1 സ്പൂൺ ഓഫ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മളിട്ടു. പിന്നെ ഏകദേശം ഒരു 10 കറിവേപ്പില എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്രയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇനി നമുക്കിത് അടയ്ക്കണം, നമുക്ക് നേരെ ഇത് വേവിക്കണം. ഓക്കെ. സോറി ഗൈസ്, ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് പൊടി ആഡ് ചെയ്യാനുണ്ട്, ഞാൻ അത് മറന്നു. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാനുള്ള പൊടി എന്ന് പറഞ്ഞാൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും. അത് മമ്മ ഇപ്പോൾ ആഡ് ചെയ്യും, നമുക്കതും കൂടെ എടുക്കാം. സോ ഗൈസ്, ഇതാണ് മഞ്ഞൾപ്പൊടി. നമ്മൾ ആദ്യം ഇട്ട് കഴിഞ്ഞു. ഇനി അതിൻ്റെ കൂടെ നമുക്കിതേ കുറച്ച് മുളക് പൊടിയും കൂടെ ഉണ്ട്. മുളക് പൊടിയും കൂടെ നമുക്കിത് ഇടണം. വേണ്ട ഗൈസ്, ഇതുപോലെ നമ്മൾ നൈസായിട്ട് അതിനെ ഫുൾ മസാല പിടിപ്പിക്കണം. ആ ബീഫിൽ മൊത്തം നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും സവാളയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവണം. സോ അങ്ങനെ മിക്സ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ബീഫ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ഇടാനുണ്ട്. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ലാസ്റ്റ് നമ്മളിത് ഉപ്പും കൂടെ ഇട്ടു. പിന്നെ ഈ ഉപ്പും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ കുറച്ചും കൂടെ സ്റ്റിർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇനി കുറച്ച് നേരം ഇത് വേവിക്കാൻ വയ്ക്കും. സോ ഗൈസ്, ഇത് വേവിക്കാനായിട്ട് നമ്മൾ ഒരു 1/4 ഗ്ലാസ് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇതും ഒഴിച്ചിട്ടാണ് നമുക്കിനി ഇത് വേവിക്കാൻ. സോ ഗൈസ്, ഇനി നമ്മളിത് കുക്കറിട്ടത് മൂടുവാണ്. ഇനി നമുക്കിത് നേരെ വേവിക്കാൻ വയ്ക്കാം. സോ ഗൈസ്, ഇത് രണ്ടാമത്തെ വിസിലാണ്. നമുക്ക് ടോട്ടൽ 4 വിസിൽ വേണം. അപ്പം നമുക്ക് 4 വിസിൽ കഴിഞ്ഞിട്ട് വരാം. ഓക്കെ. സോ ഗൈസ്, നമ്മളിത് തുറക്കുവാണ്. നമുക്ക് കണ്ടിട്ടില്ല ഇതെങ്ങനെയാണ്. ഗൈസ്, എങ്ങനെയാണ് നമ്മൾ വയറ്റിയ ആ ഒരു ബീഫ്. സോ ഗൈസ്, ഇനി മുതൽ എൻ്റെ ഷെഫിങ് പരിപാടി. ഇപ്പോൾ ഞാനാണ് ഈ എണ്ണ ഒഴിക്കുന്നത്. നമുക്ക് എണ്ണ ഒഴിച്ച് നമുക്ക് ഏകദേശം ആക്കാം. സോ ഗൈസ്, ഏകദേശം ഒരു 2 സ്പൂൺ, ഒരു 3 സ്പൂണോളം നമ്മൾ ഒരു ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എന്തൊക്കെ ഇടേണ്ടത് ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ്, ഇതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പോകുന്ന സാധനങ്ങൾ. അപ്പോൾ നമുക്ക് നേരെ ഇതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. ഓക്കെ. സോ നമ്മളിത് ആഡ് ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മളിത് ആദ്യം സവാളയാണ് ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് കുറച്ച് കൊച്ചുള്ളി ഉണ്ടായിരുന്നു, കൊച്ചുള്ളിയും കൂടെ നമുക്കിടാം. ഓക്കെ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ദ അൾട്ടിമേറ്റ് കറിവേപ്പില. ഗൈസ്, ഇനി ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ വയറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇത് വയറ്റി തുടങ്ങാം. സോ ഗൈസ്, ഞാൻ വയറ്റുവാണ്. അപ്പോൾ ഇതിനി വയറ്റുക എന്ന് പറഞ്ഞതാണ് ഈ ഒരു പ്രോസസ്സിൻ്റെ ഏറ്റവും വലിയ പാടുള്ളൊരു കാര്യം. കാരണം നമ്മളിങ്ങനെ വയറ്റി കുറേ നേരം നമ്മൾ നിൽക്കണം. അപ്പോൾ അത് ഞാൻ ചെയ്യാൻ വെച്ചു. കാരണം നേരത്തെ ബീഫൊക്കെ ഇടുന്നതൊക്കെ എന്നെ കൊണ്ട് പറ്റില്ല. കാരണം അറിയാലോ, ബീഫ് പിന്നെ ഈ ട്രൈപ്പോഡ് പിടിക്കുന്നതൊക്കെ പിന്നെ മമ്മയെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതൊക്കെ മമ്മയെ കൊണ്ട് ചെയ്തത്. ഇനിയാണ് സുബാൻ ചെയ്യുന്നത്. നമുക്ക് നേരെ അതിലിട്ട് പോവാം. സോ ഗൈസ്, ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്, അതുപോലെ മുളകും. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ഓൾറെഡി വേവിക്കാനായിട്ട് നമ്മൾ കുറച്ച് ഇട്ടിട്ടുണ്ടായതുകൊണ്ട് നമ്മളിതിൽ കുറച്ച് എടുത്തിട്ടുള്ളൂ. നമുക്കതും കൂടെ ഇത് തട്ടി കൊടുക്കാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് വയറ്റാം. സോ ഗൈസ്, ഇനി നമുക്ക് കുറച്ച് ഓരോ പൊടികൾ ആഡ് ചെയ്യണം. അപ്പോൾ ആദ്യം മുളക് പൊടി നമുക്ക് ആഡ് ചെയ്യാം. ഏകദേശം 1 സ്പൂണാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. ഏകദേശം ഇത്രയും നമ്മൾ ഇടുന്നുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഉണ്ട്. ഏകദേശം ഈ പൊടികളൊക്കെ നമ്മൾ നേരത്തെ ഓൾറെഡി അതിലിട്ടിട്ടുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് മതി. ഒരു കാൽ ടീസ്പൂണൊക്കെ മതി നമുക്ക്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ഗരം മസാല ഇടാം ഗൈസ്. ഗരം മസാല 1 സ്പൂണാണ്. ഇനി അതുപോലെ നമുക്കിനി അടുത്തുള്ളത് ഗൈസ് കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1 സ്പൂൺ തന്നെ അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ നമ്മളത് മൊത്തം ഇതിൻ്റെ അകത്ത് ഇടുവാണ്. അപ്പോൾ നമുക്കിനി പെട്ടെന്ന് ഇത് വയറ്റി തുടങ്ങാം, ഇല്ലെങ്കിൽ എല്ലാം കൂടെ നമുക്ക് അടി പിടിച്ചാലോ. അപ്പോൾ നമുക്ക് നേരെ വയറ്റാം ഗൈസ്.
സോ ഗൈസ് ഇനി നമ്മുടെ ഇതൊക്കെ വയറ്റി ഏകദേശം ആ പച്ച മണമൊക്കെ പോയി. ഇനി നമുക്ക് നേരെ നമ്മുടെ ബീഫ് ഉണ്ടല്ലോ, ആ ബീഫ് എടുക്കാം ഗൈസ്. അപ്പോൾ നമ്മളിത് ബീഫ് നമുക്ക് തുറക്കാം. ഉണ്ടോ ഗൈസ്, ആ ബീഫിൻ്റെ ആ ഒരു ഇത് കണ്ടോ, ഇതിൽ പുകയൊക്കെ പോകുന്നില്ലേ. നമുക്ക് ഈ ബീഫ് നൈസായിട്ട് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ ഗൈസ് ഉണ്ടോ. അപ്പോൾ നിങ്ങൾ നോക്കി ഇതൊരു കറിയാണല്ല, പക്ഷേ ഈ വെള്ളം മൊത്തം വയറ്റി അവസാനം വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ബീഫ് ആ നേരത്തെ കളറിൽ വരുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്കിനി വയറ്റി കുറേ നേരം നിൽക്കണം ഗൈസ്. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ പണി. നമുക്ക് ഇനി വയറ്റാം. നമുക്ക് ഗൈസ് ഏകദേശം കണ്ടോ, ആ വെള്ളമൊക്കെ ഏകദേശം കുറഞ്ഞു വരുവാണ്. ഇപ്പോഴും നിങ്ങൾ വിചാരിക്കും ഇതൊരു റോസ്റ്റ് അല്ലേ? അല്ല, ഇത് ഇനി വയറ്റി ഒരു കളറിൽ വരും ഗൈസ്. അതാണ് നമ്മുടെ സാക്ഷാൽ ബീഫ് ഫ്രൈ. കാണിച്ചാൽ അത് ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. നിങ്ങളുടെ വീട്ടിൽ സിലിണ്ടർ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ യു പീപ്പിൾ ഡോണ്ട് ഡൂ ദിസ് ബിക്കോസ് ഇറ്റ് കൺസ്യൂംസ് എ ലോട്ട് ഓഫ് ഗ്യാസ്. കാരണം കുറേ നേരം ഇങ്ങനെ വയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഗ്യാസ് കുറേ എടുക്കും. അപ്പോൾ സിലിണ്ടർ ഒന്നും ഇല്ലെങ്കിൽ ഇതൊന്നും പരീക്ഷിച്ച് നോക്കരുത് കേട്ടോ. ഗൈസ് കണ്ടോ, വെള്ളമൊക്കെ പോയി ഏത് കളറിലെ സാധനം വന്നതെന്ന് കണ്ടോ നിങ്ങൾ? കണ്ടോ? സോ ഗൈസ് ഇതാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തത്. ആക്ച്വലി ഡ്രസ്സൊക്കെ മാറി, ശരിയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കുളിക്കാൻ പോയത്, എനിക്ക് ഓഫീസിൽ പോകുന്ന സമയമായി. അപ്പോൾ അതിന് മുമ്പ് ഈ വ്ളോഗും ചെയ്യണമല്ലോ. അപ്പോൾ ദിസ് ഈസ് ഹൗ വി മേഡ് ഇറ്റ്. അപ്പോൾ കറക്റ്റ് എടുത്ത് ആ ഒരു കളർ നിങ്ങൾ തന്നെ നോക്കി നിങ്ങൾക്ക് കാണാം, ഒരു ബ്രൗണിഷ് ബ്ലാക്ക് കളറായി വരുവാണ്. ഇനി കുറച്ച് നേരം കൂടെ ഇടണം. എനിക്ക് തോന്നുന്നു ഒരു 5 to 10 minutes കൂടെ നമ്മൾ വെച്ചിട്ട് വൈറ്റ് ചെയ്യാൻ മാത്രമേ കുറച്ചും കൂടെ ആ ഒരു തിക്നെസ് വരുള്ളൂ. ആ ഒരു ഗ്രേവിയും കാര്യങ്ങളൊക്കെ ആ ബീഫിൽ പിടിച്ചിട്ട് ആ ഒരു ഫ്രൈഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്ററിൽ കിട്ടത്തുള്ളൂ. ഇപ്പോൾ മമ്മയെ ചെയ്യുന്നത്, ഞാൻ കുളിക്കാൻ പോയപ്പോൾ എൻ്റെ മമ്മയെ ചെയ്തത്. സോ ഹാറ്റ്സ് ഓഫ് ടു ഹർ. പുള്ളിക്കാരി ഉണ്ടായിരുന്നില്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ആ ഒരു 10 minutes കഴിഞ്ഞിട്ട് ഇത് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. സോ ഗൈസ് കണ്ടോ, നമ്മുടെ ബീഫിൻ്റെ മസാലയൊക്കെ ഫുള്ള് ആ ബീഫിലൊക്കെ പിടിച്ച് നമുക്ക് വേണമെങ്കിൽ ഓരോ പീസ് ബൈ പീസൊക്കെ ആയിട്ട് നമുക്ക് എടുത്ത് കഴിക്കാം. ആ ഒരു ടെക്സ്റ്ററിലേക്ക് എത്തിയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ഡെക്കറേഷനായിട്ട് ഒരു കറിവേപ്പില നമുക്ക് ഇങ്ങനെ ഇട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഡെക്കറേഷൻ പോലെ പരിപാടിയല്ലേ. നമ്മളിനി സ്റ്റൗ ഓഫ് ചെയ്യുക. സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഈ സ്റ്റൗവിൻ്റെ ആ ഒരു ഫ്ലെയിമിൽ തന്നെ ഇത് ഇങ്ങനെ ഇരുന്ന് വയറ്റി നമുക്ക് സെറ്റാക്കാം. ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് പരിപാടിയൊന്നുമില്ല. ഇനി ഇത് ടേസ്റ്റ് ചെയ്യാം. ഇനി ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ അഭിപ്രായം പറയാം. പക്ഷേ ഞാൻ മാത്രം അഭിപ്രായം പറഞ്ഞ പോരല്ലോ, നമുക്ക് നമ്മുടെ ഓഫീസിലെ നമ്മുടെ പിള്ളേർക്കും കൂടെ ജസ്റ്റ് കുറച്ച് കൊടുത്തു നോക്കാം. അവരത് എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആ അഭിപ്രായം കൂടെ നമുക്ക് ലാസ്റ്റ് ഇടാം. ഓക്കേ, ഗൈസ് നമ്മളിത് പ്ലേറ്റിലാക്കുകയാണ്. കണ്ടോ എന്ത് രസമായിട്ട് അത് മുരിഞ്ഞ് വന്നേക്കുന്നതെന്ന് നോക്കി. ഗൈസ് അത് ഇപ്പോൾ ഒഴിക്കുന്നതിൻ്റെ മുമ്പ് നേരത്തെ ഈ ഹാഫ് ബീഫില്ല നമ്മൾ ഫ്രൈ ചെയ്ത്, അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഹാഫ് ബീഫിൽ കറി വെച്ചതാണ് കേട്ടോ. അതും നമ്മൾ നെച്ചോറുണ്ട്, പപ്പടമുണ്ട്, സാലഡ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ സാധനം ഇതാണ് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടായിരിക്കും? എനിക്ക് ആക്ച്വലി നല്ല എക്സ്പെക്റ്റേഷൻ ഉണ്ട് അതിൽ. നല്ല കാണുമ്പോൾ ആ ഒരു ഫ്ലേവർ നിങ്ങൾ കണ്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. നമുക്ക് ആദ്യം കഴിച്ചു നോക്കാം കേട്ടോ. ഗൈസ് ആദ്യം നമുക്ക് ഇതിലെ ബീഫൊക്കെ നമുക്ക് മാറ്റാം. നമുക്ക് ജസ്റ്റ് ഒരു ഗ്രേവി മാത്രം മതിയല്ലോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പിടിച്ചിട്ട് നമുക്ക് സാലഡ് ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മുടെ ആ ഫ്രൈ മാത്രം എടുക്കാനാണ്. ഫ്രൈ എന്ന് വെറുതെ കഴിക്കണ്ടല്ലോ, അതുകൊണ്ട് മാത്രം ഞാൻ ഇതിൽ നിന്നൊരു പീസ് എടുക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഞാൻ എടുക്കുന്ന പീസ്. നല്ല ബ്ലാക്കായിട്ട് ഫ്രൈ ആയിട്ടുണ്ടോ. അപ്പോൾ നമുക്കത് അതിലെടുത്ത് വെച്ചിട്ട് നമുക്ക് കഴിച്ചു നോക്കാം. അപ്പോൾ ഞാൻ എങ്ങനെയുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാനത് ഫുള്ള് എടുത്തിട്ട് നേരെ കഴിച്ചാലോ? ഗൈസ് സൂപ്പർ സാധനം. ആക്ച്വലി നല്ല എന്താ പറയുക, നല്ലത് കാണാൻ പറ്റുന്നുണ്ടോ ആവോ. നല്ല എന്താ പറയുക, ഇതൊക്കെയുണ്ടോ പിച്ചിയാൽ അങ്ങനെ ആ ഒരു രീതിക്ക് വരുന്ന ആ ഒരു തരം ബീഫായി ഗൈസ്. ഇനി വ്ളോഗ് ചെയ്യാനുള്ള ശക്തിയില്ല ഗൈസ്. വാ പോലെ എനിക്ക് ഇടറി പോവാം ആ ടേസ്റ്റ് വന്നു. ശക്തിയില്ല. ഞാൻ പെട്ടെന്ന് കഴിക്കട്ടെ. ഓഫീസിൽ പോകണം, അത് വേറൊരു കാര്യം. അപ്പോൾ ഞാൻ കഴിക്കട്ടെ ഗൈസ്. ഇനി ഞാൻ ഓഫീസിലുള്ള നമ്മുടെ പിള്ളേർക്കും കൂടെ അവർ 3 നേരം ഉണ്ടാവുള്ളൂ, അവരും കൂടെ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് പറയുന്നൊരു വീഡിയോ ആയിരിക്കും അടുത്തത്. അപ്പോൾ നേരെ ഇനി ഞാൻ ഓഫീസിലേക്ക് പോയി നമുക്ക് ആ ഒരു സമയത്ത് എടുക്കാം. ഓക്കെ ഗൈസ്, ബൈ. സോ ഗൈസ് ശ്രീ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയും. ശ്രീയും ജിജിനും അഖിലും ഉണ്ട് കഴിക്കാൻ.
ഇതിനെടുത്ത് കഴിച്ചു നോക്കടാ, കൊള്ളാമെന്ന് നോക്കാം. അഖില നീ എടുത്ത് കഴിച്ചു നോക്കടാ. അവൻ ജീവനോട് ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത ചീസിൻ കഴിക്കും ഗൈസ്. ഞാൻ ഉണ്ടാക്കിയെന്ന് പറയൂ, ഇല്ലല്ലോ അല്ലേ? എടാ ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാടാ. എടാ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ. സോ ഗൈസ്, അങ്ങനെ ഞാനിപ്പോ ഓഫീസിൽ നിന്നൊക്കെ തിരിച്ചു വന്നു. ബാഡ്മിന്റൺ കളിച്ചിട്ട് വന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ ഞാനങ്ങനെ, നിങ്ങൾ നേരത്തെ കണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഏകദേശം ഫുഡ് ഇഷ്ടപ്പെട്ടു. ഫുഡ് ഇൻ ദ സെൻസ് ബീഫ് ഫ്രൈ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അല്ല ഞാൻ കത്തിയിട്ട് കുത്തിയിട്ട് ഇഷ്ടമുണ്ടെന്ന് പറയടാ എന്ന് പറയിപ്പിച്ചല്ല കേട്ടോ, അവർക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. സോ ദിസ് വാസ് ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ. ഐ ഹോപ്പ് യു ഓൾ ലൈക്ഡ് ഇറ്റ്. അടുത്ത വീഡിയോ വരെയും കാത്തിരിക്കുക. Until then, it's bye bye from Subhan.